എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചൊരു മിക്സഡ് പിക്ചറായിരുന്നു. സൗത്ത് കൊറിയൻ ഇൻഡെക്സ്, കോസ്പി ഇൻഡെക്സ് മാത്രമാണ് പുതിയ റെക്കോർഡ് ഹൈ ഇട്ടിട്ട് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം റാൻഡം ആക്സസ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, ഈ ഘടകങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പിക്ചറാണ്. ഇന്ത്യയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ച നല്ല വൊളാറ്റിലിറ്റിക്ക് ശേഷം വളരെ വീക്കായിട്ടാണ് നമ്മുടെ മാർക്കറ്റ്, നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം സെൻറ്റിമെൻറ്റും വളരെ വീക്കാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റിൽ വലിയ വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. ബോണ്ട് സെൽ ഓഫ് ഒക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലുണ്ടായിരുന്നു. പൊതുവെ ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി വരികയാണെങ്കിൽ അത് ഗ്ലോബലി ബോണ്ട് മാർക്കറ്റുകളെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് ജപ്പാനിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജപ്പാനിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഇമ്പാക്റ്റ് ഒരു പക്ഷേ അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിലും വന്നേക്കാം. അപ്പോൾ ബോണ്ട് മാർക്കറ്റ് റിലേറ്റഡ് വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മൂലമുള്ള വൊളാറ്റിലിറ്റി, ട്രംപിൻ്റെ ആക്ഷൻസ് കൊണ്ടുള്ള വൊളാറ്റിലിറ്റി, അതുപോലെ തന്നെ Q3, Q4 റിസൾട്ടുകൾ വരുന്നത് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ അതിൻ്റെ വൊളാറ്റിലിറ്റി. അപ്പോൾ ഒരു വൊളാറ്റൈൽ സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഈ ആഴ്ചയും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നമ്മളെ സംബന്ധിച്ച് റിപ്പബ്ലിക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് അവധിയാണ്. അതോടൊപ്പം തന്നെ അടുത്ത സൺഡേ ആണ് യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. സാധാരണ രീതിയിൽ യൂണിയൻ ബഡ്ജറ്റിന് മുമ്പ് ഒരു പ്രീ ബഡ്ജറ്റ് റാലി ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെ താഴെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവൻറ്റുകൾ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെ താഴത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതേസമയം Q3 റിസൾട്ടുകൾ ലേബർ കോഡ് 2025 ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അടുത്ത ക്വാർട്ടർ റിസൾട്ടുകളിലും ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ കൊണ്ടിരിക്കുന്ന Q3 റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി നമ്മുടെ സെൻറ്റിമെൻറ്റിനെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറിച്ച് അമേരിക്ക അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള 25% താരിഫ് വിഡ്രോ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ റിയാലിറ്റി ആവുക, അതോടൊപ്പം തന്നെ ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റ്സ് ഒക്കെ വരിക, റിഫോം ഓറിയൻറ്റഡ് ബഡ്ജറ്റ് ആയിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. അതേസമയം ഇപ്പോഴത്തെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും സെൻറ്റിമെൻറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ പോസിറ്റീവ് ന്യൂസ് ലോസ് വന്നില്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസസും വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ നിഫ്റ്റി 24,600, 24,400, 24,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് വളരെ സ്ലഗ്ഗിഷ് പെർഫോമൻസ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസിലുണ്ടാക്കിയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ, ഇതിന് പ്രധാനപ്പെട്ട കാരണം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻസ്, അമേരിക്കൻ റെഗുലേറ്ററാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള നോട്ടീസ് അഡാനിക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡാനിനെ പ്രോസിക്യൂട്ട് ചെയ്യണം, അഡാനിനെ സമ്മോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ജഡ്ജ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസിൽ വന്നിട്ടുണ്ട്. ഹിൻഡൻബർഗിന് ശേഷം ഇന്ന് വീണ്ടും ട്രംപിൻ്റെയും അമേരിക്കയുടെ ഊഴാണ്. കാരണം തങ്ങളുടെ കമ്പനികളെക്കാളും വളരെ സൂപ്പർലേറ്റീവ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മറ്റ് ഗ്ലോബൽ കമ്പനികളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ SEC കൈക്കൊണ്ടുള്ള തീരുമാനങ്ങൾ. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളുടെ മേലുള്ള കടന്നുകയറ്റം, ട്രംപിൻ്റെ കടന്നുകയറ്റം, ഇതൊക്കെ വീണ്ടും ഒരു നെഗറ്റീവ് റിയാക്ഷൻ പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ഇതുവരെ പുറത്ത്
പുറത്ത് വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. വളരെ കുറവ് കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ സ്ലഗ്ഗിഷ് പെർഫോമൻസ് ആണ് IPOs കാഴ്ചവെച്ചിരിക്കുന്നത്. KRM ആയുർവേദ ലിമിറ്റഡ് ആയുർവേദ റിലേറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനി SMEയിലുള്ളൊരു കമ്പനി ആയിരുന്നു. 74.27 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. അതേസമയം മെയിൻ ബോർഡ് IPO ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ജസ്റ്റ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വേണേൽ പറയാം. 2.7 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. ഒരു സ്ലഗ്ഗിഷ് ലിസ്റ്റിംഗ് ആണ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു പ്രീമിയത്തോടു കൂടി ലിസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ KRM ആയുർവേദ ലിമിറ്റഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ IPO മാർക്കറ്റും സ്ലഗ്ഗിഷ് ആണ്. തീർച്ചയായിട്ടും ഇനി ബഡ്ജറ്റിന് ശേഷമാണ് പുതിയ IPOs ഒക്കെ വരാൻ പോകുന്നുള്ളൂ, വലിയ IPOs ഒക്കെ വരാൻ പോകുന്നുള്ളൂ. ബഡ്ജറ്റ് പ്രപ്പോസൽസ് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് സേവിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ താരിഫ് മെഷേഴ്സിൽ നിന്ന് നമ്മുടെ കോർപ്പറേറ്റുകളെ രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും. ഒപ്പം GST റിഡക്ഷനൊക്കെ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. GST റിഡക്ഷൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ലോങ് റണ്ണിൽ വീണ്ടും നല്ല രീതിയിലുള്ള റിഫോം ഓറിയൻറ്റഡ് മെഷേഴ്സ് ആവശ്യമാണ്. ആ തരത്തിലുള്ള മെഷേഴ്സ് ബഡ്ജറ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. എന്നിരുന്നാലും നമ്മൾ മുമ്പ് പ്രെഡിക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഈ വർഷം 2026 കാഴ്ചവെക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ബഡ്ജറ്റിന് ശേഷം നമ്മൾ മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ടാർഗറ്റ് ലെവൽസൊക്കെ നമ്മൾ ഒരു പക്ഷേ ഡൗൺവേർഡ് റിവിഷൻ നടത്തിയേക്കാം. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് കമോഡിറ്റി മാർക്കറ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് ക്രൂഡ് ഓയിൽ ബെറ്റർ ആയിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. $65.88 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ചൈന NVIDIAയുടെ H200 ചിപ്പ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി പല കമ്പനികൾക്കും നൽകിയിട്ടുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമൊന്നും വഷളായിട്ടില്ല. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ചൈനയും കാനഡയും തമ്മിലൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. അമേരിക്ക പുതിയ ഭീഷണി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാനഡയ്ക്കെതിരായിട്ട് ചൈനയുമായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ കാനഡയിൽ നിന്ന് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്മേൽ അഡീഷണൽ ആയിട്ട് 100% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണിയൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭീഷണികൾ വീണ്ടും ചൈനയും US-ഉം തമ്മിലുള്ള ബന്ധം വഷളാക്കാനായിട്ട് ഇടയാക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേലെ ആഡ് ചെയ്തിരുന്ന 25% അഡീഷണൽ താരിഫ് ഒരു പക്ഷേ വിഡ്രോ ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ റിയാലിറ്റി ആവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ മൈനർ ആയിട്ടെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഫോറിൻ ട്രേഡ് എഗ്രിമെൻറ്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മൾ യൂറോപ്പായിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതായത് പോസിറ്റീവ് ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ രംഗത്തുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ കമോഡിറ്റി മാർക്കറ്റിലത്തെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വഷളാവുന്നു. അതുപോലെ തന്നെ ട്രംപ് പല കാര്യങ്ങളും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മോഡേൺ സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് അമേരിക്ക പോലുള്ള രാജ്യത്തെ ഒരു ഭരണാധികാരി മറ്റ് രാജ്യങ്ങൾക്ക് ദ്രോഹമാവുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഇൻവേഡ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്പും അമേരിക്കയും വലിയ സഖ്യകക്ഷികളായിരുന്നു. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗ്ലോബലി ഒരു പൊളിറ്റിക്കൽ ടർമോയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബൽ എക്കണോമിയിലും മറ്റ് രാജ്യങ്ങളിലെ എക്കണോമികളിലൊക്കെ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളിലും കാണാം. അതേസമയം കമോഡിറ്റികളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണുന്നത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. പ്രത്യേകിച്ച് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, പലേഡിയം ഈ കമോഡിറ്റികളിലൊക്കെ.
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, പലേഡിയം ഈ കമോഡിറ്റികളുടെ സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് $4991.1 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് $4983.1 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ $103.51 പെർ ഔൺസ് ആണ്. ക്ലോസ് ചെയ്തിരിക്കുന്നത് $103.08 പെർ ഔൺസ് ആണ്. ഒപ്പം നമ്മൾ പ്ലാറ്റിനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്ലാറ്റിനം $2789 പെർ ഔൺസ് ആണ്. പ്ലാറ്റിനം ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ ക്ലോസ് ചെയ്തിരിക്കുന്നത് $2776 പെർ ഔൺസ് ആണ്. ഗോൾഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സിൽവറിനെ സംബന്ധിച്ചും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് സിൽവർ ETF-കളിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. മറ്റ് സെൻട്രൽ ബാങ്കുകളും സിൽവർ ETF-കളിൽ അല്ലെങ്കിൽ സിൽവറിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിൽ കൂട്ടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടുന്നതിനൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7 വർഷമായിട്ട് സിൽവർ ഷോർട്ട് സപ്ലൈ ആണ്. അടുത്ത 15 വർഷത്തേക്ക് സിൽവർ ഷോർട്ട് സപ്ലൈ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അപ്പോൾ ഈ വക ഘടകങ്ങൾ തന്നെയാണ് സിൽവറിൻ്റെ കാര്യത്തിൽ വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നത്. അതിനെല്ലാം പുറമെ ചൈനയിലും ഇന്ത്യയിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലാണ് ഫിസിക്കൽ സിൽവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ ലോൺ അഗൻസ്റ്റ് സിൽവറും ആരംഭിക്കുകയാണ്. വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിൽവറിനെ സംബന്ധിച്ച്. ഒപ്പം ഗോൾഡ് സിൽവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ 100 വരെ എത്തിയിരുന്നു. ഈ റേഷ്യോ കഴിഞ്ഞ ആഴ്ചയിൽ 48.5 താന്നിരിക്കുകയാണ്. അതായത് ഗോൾഡ് പ്രൈസ് സിൽവർ പ്രൈസിൻ്റെ എത്ര ഇരട്ടി ആയിരിക്കും എന്നാണ് ഈ റേഷ്യോ സൂചിപ്പിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2011 32 ലെവലിലേക്ക് എത്തിയിരുന്നു ഗോൾഡ് സിൽവർ റേഷ്യോ. ആ റേഷ്യോ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് ഫർദർ ഉയരാതിരിക്കുക. ഇപ്പോഴത്തെ സിൽവർ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ $135 പെർ ഔൺസ് വരെയൊക്കെ സിൽവറിൻ്റെ പ്രൈസ് ഉയർന്നേക്കാം. അതായത് ഗോൾഡ് സിൽവർ റേഷ്യോ 32ലേക്ക് വരികയാണെങ്കിൽ. ഇത് 2011 വന്നിരുന്നത്. അപ്പോൾ ആ ഒരു പാരാമീറ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിൽവർ $135 പെർ ഔൺസ് വരെ വന്നേക്കാം. അതോടൊപ്പം 1980 ഗോൾഡ് സിൽവർ റേഷ്യോ 14 വന്നിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ സിൽവർ ഒരു പക്ഷേ $309 പെർ ഔൺസിലേക്കൊക്കെ ഉയർന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിൽവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ചൈനീസ് ഇന്ത്യൻ റീറ്റെയിൽ ബൈയിങ് ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സിൽവർ അടുത്ത ദിവസങ്ങളിൽ 115, 120, ബെസ്റ്റ് കേസ് സിനാരിയോയിൽ $150 പെർ ഔൺസ് വരെയൊക്കെ 2026 ഉയരാനുള്ള സാധ്യതകളുണ്ട്. പല അനലിസ്റ്റുകളും പറയുന്നത് $200-250 പെർ ഔൺസിലേക്ക് സിൽവർ ഈ വർഷം തന്നെ ഉയരുമെന്നുള്ള ഒരു പ്രഡിക്ഷനാണ് നടത്തിയിരിക്കുന്നത്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സിൽവറിൽ പോസിറ്റീവാണ്. അതേസമയം നല്ല വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് സിൽവറിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് അവരുടെ 2026 ടാർഗറ്റ് 5400 ഉയർത്തിയിരുന്നു. ബാങ്ക് ഓഫ് അമേരിക്ക വെള്ളിയാഴ്ച പറഞ്ഞിരിക്കുന്നത് ഈ മാർച്ച്, ഏപ്രിൽ, മെയ്യോട് കൂടിയിട്ട് ഗോൾഡ് പ്രൈസ് $6000 പെർ ഔൺസ് ഹിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. 2026 എൻഡ് ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ ബുള്ളിഷ് കേസ് സിനാരിയോയിൽ $8000 പെർ ഔൺസ് വരെ ഹിറ്റ് ചെയ്യുന്നതാണ് ബാങ്ക് ഓഫ് അമേരിക്ക പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതും ഗോൾഡിന് ഈ ആഴ്ചയിൽ വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. ഒപ്പം സെൻട്രൽ ബാങ്കുകളുടെ ബൈയിൻ ഡാറ്റ 2025 ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2024 1024 ടെൻസാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയിരുന്നത്. 2025 കുറവായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. 2026 വീണ്ടും കൂടാനുള്ള സാധ്യതകളുണ്ട്. പോളിഷ് സെൻട്രൽ ബാങ്ക് അവരുടെ ഫോറക്സ് റിസർവിലെ ഗോൾഡ് ഹോൾഡിങ്സ് 700 ടണ്ണായിട്ട് കൂട്ടാൻ പോവുകയാണ്. നവംബർ എൻഡ് ചെയ്യുമ്പോൾ 543 ടൺസ് ആയിരുന്നു. അപ്പോൾ അറൗണ്ട് 157 ടെൻസും കൂടി വാങ്ങണം. അതും വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റ് സെൻട്രൽ ബാങ്ക്
ബാങ്കുകളും ഇത്തരത്തിൽ ഗോൾഡ് വാങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോൾഡിന് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഈ ആഴ്ച ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ് ഹെഡ്. ഒപ്പം 2024 ഡിസംബർ എൻഡ് ചെയ്യുമ്പോൾ പ്രൂവൻ റിസർവ് ആയിട്ടുണ്ടായിരുന്ന 54,770 ടൺസ് ആണ്. 2025 എൻഡ് ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും 3,650 ടണ്ണോളം കുറഞ്ഞിരിക്കും. കാരണം ഒരു വർഷം മൈൻ ചെയ്തെടുക്കുന്നത് 3,650 ടണ്ണാണ്. അപ്പോൾ 2025 ഡിസംബർ 31 വരുന്ന ഡാറ്റ ഒരുപക്ഷെ 51,150 ടൺസിനടുത്തായിരിക്കാം. ഈ രീതിയിൽ അതായത് 3,650 ടൺസ് പെർ ആനം ഗോൾഡ് മൈൻ ചെയ്തെടുക്കുക, അതോടൊപ്പം തന്നെ പ്രൂവൻ റിസർവുകൾ ഫർദർ കണ്ടുപിടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 2040-41 കൂടിയിട്ട് പ്രൂവൻ റിസർവ് എല്ലാം തന്നെ മൈൻ ചെയ്ത് പുറത്ത് എത്തിച്ചിരിക്കും. തീർച്ചയായിട്ടും ഫർദർ റിസർവ് ഇല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഫോബിയൊക്കെ ഉണ്ടാവാം. ഗോൾഡ് പ്രൈസ് സൂം ചെയ്തേക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മുടെ പോഡ്കാസ്റ്റുകളിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളതാണ്. ഗോൾഡിൻ്റെ പ്രൈസ് അതിനുശേഷം എത്രത്തോളം ഉയർന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ അവരുടെ ഫോറസ്റ്റ് റിസർവിൽ 15% ഇപ്പോൾ ഗോൾഡ് ഹോൾഡിംഗ് ഉള്ളത്. അത് 30% ഉയർത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡിമാൻഡും കൂടി വന്നു ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഈ ആഴ്ചയിൽ 5,000 ക്രോസ് ചെയ്ത് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തേക്കും. അതുപോലെ തന്നെ സിൽവർ വീണ്ടും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാറ്റിനം, പലേഡിയം പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ബഡ്ജറ്റ് വീക്കാണ് നമ്മളെ സംബന്ധിച്ച്. റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നമുക്ക് അവധിയാണ്. തിങ്കളാഴ്ച 4 ദിവസമാണ് ട്രേഡിംഗ് ഉള്ളത്. ബഡ്ജറ്റിന് മുമ്പ് അടുത്ത സൺഡേ ആണ് ബഡ്ജറ്റ് വരുന്നത്. ഫുൾ ഡേ ട്രേഡിംഗ് ഉണ്ട് ബഡ്ജറ്റ്. ഒപ്പം വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ, റിഫോം ഓറിയൻറ്റഡ് മെഷേഴ്സ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ 25% അഡീഷണൽ താരിഫ് നമ്മുടെ മേലുള്ളത് കുറച്ചേക്കും അല്ലെങ്കിൽ എടുത്തു കളഞ്ഞേക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. അതോടൊപ്പം തന്നെ Q3 റിസൾട്ട് ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കുക. ഇത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ റിയാലിറ്റി ആവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും സെൻറ്റിമെൻറ്റും മറ്റ് ഇവൻറ്റ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും ഒരു വീക്ക്നെസ് ഒക്കെ കാണിച്ചേക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിഫ്റ്റി 24,600, 24,400, 24,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. എവരി ഡിപ്പ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഘട്ടമായിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. അതേസമയം വലിയ ഹൈ റിസ്ക് പൊസിഷനൊന്നും തന്നെ ഇപ്പോഴത്തെ ലംസമായിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം ഗ്ലോബൽ മാർക്കറ്റ് സിനാരിയോ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സിനാരിയോ ഒക്കെ ഒരു വോളാറ്റൈൽ മോഡിലാണ്. ബോണ്ട് മാർക്കറ്റിൽ വലിയ രീതിയിൽ വോളാറ്റിലിറ്റി ജപ്പാനിൽ വരികയാണെങ്കിൽ അത് അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിലും അത്തരത്തിലുള്ള വോളാറ്റിലിറ്റിക്ക് കാരണമാക്കും. ഇത് പൊതുവേ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഒരു വോളാറ്റിലിറ്റിക്ക് കാരണമാക്കും. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനങ്ങൾ അദ്ദേഹം മാറ്റിയില്ലെങ്കിൽ അതും വീണ്ടും വലിയ വോളാറ്റിലിറ്റിക്കൊക്കെ കാരണമാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷനോട് കൂടിയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.